ബി.ജെ.പി അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാട്ടിൽ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കും. കൊല്ലത്ത് ജി കൃഷ്ണകുമാറും ആറ്റിങ്ങലിൽ ടി.എൻ. സരസുവും എറണാകുളത്ത് കെ.എസ്. രാധാകൃഷ്ണനും ജനവിധി തേടും. അതേസമയം അമേഠിയിലെയും റായ്ബറേലിയും സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിൽ അനിശ്ചിതത്വം തുടരുകയാണ്. നോബിൾ വാരിക്കാരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. നോബിൾ, മണ്ഡലങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് തന്നെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം കളത്തിലിറക്കുകയാണ്. ബി.ജെ.പി അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുന്നതോടെ വയനാട്ടിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ തന്നെ കെ സുരേന്ദ്രനെ കളത്തിലിറക്കുന്നു. പോരാട്ടം കടുപ്പിക്കാൻ തന്നെയാണ് ബി.ജെ.പിയുടെ തീരുമാനം. ആര്യ, അഞ്ചാം ഘട്ട പട്ടിക പുറത്തു വരുമ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്ന അനിശ്ചിതത്വം നീങ്ങിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട്ടിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ ആനിരാജ് എന്നീ രണ്ട് ദേശീയ നേതാക്കൾ മത്സരിക്കുന്ന വയനാട്ടിൽ ആര് ബി.ജെ.പി സ്ഥാനാർത്ഥിയാകും എന്നത് ഒരു സസ്പെൻസ് തന്നെയായിരുന്നു. എ.പി. അബ്ദുള്ളക്കുട്ടി അടക്കം നിരവധി പേരുകൾ പരിഗണനയിൽ ഉണ്ടായിരുന്നെങ്കിലും സർപ്രൈസ് സ്ഥാനാർത്ഥി തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും ആനിരാജയ്ക്കും എതിരെ മത്സരിക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പട്ടികയിൽ പ്രഖ്യാപനം വന്നത്. കൊല്ലത്ത് കൃഷ്ണകുമാർ, കൊല്ലത്ത് സന്ദീപ് മജസ്പതി അടക്കം 17 പേരുകൾ പറഞ്ഞു കേട്ടെങ്കിലും കൃഷ്ണകുമാറിനെയാണ് കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കാൻ ബി.ജെ.പി തീരുമാനിച്ചിരിക്കുന്നത്. എറണാകുളത്ത് കെ.എസ്. രാധാകൃഷ്ണനാണ് സ്ഥാനാർത്ഥി. ആലത്തൂരിൽ ടി.എൻ. സരസുവും സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണെങ്കിലും കേരളത്തിലെ അനിശ്ചിതത്വം അവസാനിച്ചിരിക്കുന്നു. കേരളത്തിൽ മുഴുവൻ സീറ്റുകളിലും എൻ.ഡി.എ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇനിയിപ്പോൾ ശക്തമായ പ്രചരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ദേശീയ തലത്തിൽ മറ്റു മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നായ മാണ്ടിയിൽ ബോളിവുഡ് താരം കങ്കണ റണൌത്ത് മത്സരിക്കുന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മറ്റ് ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് അത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഉത്തർപ്രദേശിൽ വരുൺ ഗാന്ധിക്ക് സീറ്റ് ലഭിക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ കുറെ ദിവസമായി അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വരുൺ കഴിഞ്ഞ കുറെ നാളുകളായി ബി.ജെ.പി നേതൃത്വവുമായി അത്ര അടുപ്പത്തിലല്ല ഉള്ളത്. അദ്ദേഹത്തിന്റെ പിരിവിറ്റിൽ എന്താണെങ്കിലും വരുൺ ഗാന്ധിക്ക് നിലവിൽ ബി.ജെ.പി സീറ്റ് നൽകിയിട്ടില്ല എന്നാണ് ഈ പട്ടികയിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്ന്. വരുൺ ഗാന്ധിക്ക് പകരം അവിടെ ജിതിൻ പ്രസാദ് സ്ഥാനാർത്ഥിയാകും എന്നാണ് ഇപ്പോൾ ഈ പട്ടിക വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ വരുൺ ഗാന്ധിയുടെ അമ്മ മേനക ഗാന്ധിക്ക് ഇത്തവണയും സുൽത്താൻപൂരിൽ തന്നെ ബി.ജെ.പി സീറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടായിരിക്കുന്നത് അത് ഒഡീഷയിലാണ്. ഒഡീഷയിൽ സംബൽപൂരിൽ നിന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മത്സരിക്കുന്നു എന്നാണ്. എന്താണെങ്കിലും ഇത്തവണത്തെ അഞ്ചാം ഘട്ട പട്ടികയിൽ 111 സ്ഥാനാർത്ഥികളാണ് ബി.ജെ.പി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുവരെ ബി.ജെ.പിയുടെ മൊത്തം സ്ഥാനാർത്ഥികളുടെ എണ്ണം 402 പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഈ പട്ടികയിൽ ഉടനീളം കാണാൻ കഴിയുന്നുണ്ട്. പലരും അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളായി പട്ടികയിൽ എത്തി. അതിൽ ഏറ്റവും സസ്പെൻസ് നിറഞ്ഞ സ്ഥാനാർത്ഥം അത് കെ സുരേന്ദ്രൻ തന്നെയാണ്. യാതൊരു സംശയമില്ല. രാഹുൽ ഗാന്ധിക്കെതിരെ ആര് മത്സരിക്കും എന്ന ചോദ്യത്തിന് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ബി.ജെ.പി വ്യക്തമാക്കിയിരിക്കുന്നത്. ആര്യ, ശരി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കെ സുരേന്ദ്രൻ ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയാകും. വിവരങ്ങളാണ് നോബിൾ മാരിക്കാരൻ നൽകിയത്.